ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഈ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. രാജ്യത്തെ തന്നെ പ്രധാന ഇടങ്ങളിലേക്കാണ് ഈ ലഹരിയൊക്കെ ചെന്നെത്തുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. ഇതിൽ ഈ അന്വേഷണ ഏജൻസികൾ ചിലരിലേക്ക് എത്തുന്നുണ്ട്, ചിലരിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നുണ്ട്. അതിന് മുന്നിൽ ചില വെല്ലുവിളികളായി നിൽക്കുന്നത് ഇതിൻ്റെ സാങ്കേതികമായുള്ള ചില ആശയക്കുഴപ്പങ്ങളാണ്. UPI ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അവ്യക്തതയാണ്. അങ്ങനെ വിപുലമായ രീതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകുന്നതിൽ നേരിടേണ്ടി വരുന്ന ചില പ്രതിസന്ധികളാണ് എന്നൊക്കെ പറയപ്പെടുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതിനെ, ഇത്തരം ലഹരി സംഘങ്ങൾ പിടിമുറുക്കുന്നതിനെ, കുറ്റകൃത്യങ്ങൾ ഈ സ്വഭാവത്തിൽ വ്യാപിക്കുന്നതിനെ നോക്കിക്കാണുന്നത്? ഋഷികേശ് ഭാസ്കർ. തീർച്ചയായും നമ്മളെ തൊട്ടു മുമ്പ് സംസാരിച്ച അഡ്വക്കേറ്റ് സംസാരിച്ചതുപോലെ തന്നെ കുറ്റവാളികൾ സാങ്കേതികപരമായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികളിലേക്ക് മാറുമ്പോൾ അത്തരം രീതിയിലുള്ള കുറ്റകൃത്യങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള തരത്തിൽ നമ്മുടെ നിയമ സംവിധാനവും പോലീസ് സംവിധാനവും ഒക്കെ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഞാനും ഇതിനെ കാണുന്നത്. അപ്പൊ ഈ പർട്ടിക്കുലർ കേസിന്റെ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അവരത് പിടിച്ചു എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതും അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അവരിതിൽ ഒട്ടും പിന്നിലല്ല എന്നുള്ളതിന്റെയും കൂടെ തെളിവ് തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഡാർക്ക് വെബ് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണ് ഒരു ബസ് വേർഡ് ആയിട്ട് നിൽക്കുന്നതിന് അപ്പുറത്തേക്ക് ഇത് എന്താണ് എന്നുള്ളതിനെ പറ്റിയും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളെല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളാണ്, വെബ്സൈറ്റുകളും വെബും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അത് പൊതുവെ ഓപ്പൺ വെബ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന വെബാണ്. ഇപ്പൊ 24 ന്യൂസിന്റെ വാർത്ത എനിക്ക് കാണണമെങ്കിൽ 24news.com എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് ഐദർ എനിക്ക് പോവാം, അല്ലെങ്കിൽ ഞാൻ 24 ന്യൂസ് എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനുകളായിട്ടുള്ള ഗൂഗിളിലോ മറ്റോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് ഇൻഡെക്സ് ചെയ്യപ്പെട്ട ലിങ്കുകളിലൂടെ എനിക്ക് അവിടേക്ക് എത്താൻ പറ്റും. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഈ കാണുന്ന ഈ ഓപ്പൺ വെബിന്റെ അപ്പുറത്തേക്ക് ഒരു ഡീപ്പ് വെബ് എന്ന് പറയുന്ന പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വെബ് വേറെ ഉണ്ട്. അതിന്റെയും ഒരു സബ് കാറ്റഗറി എന്ന് പറയുന്നതാണ് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. അതായത് ഹൈലി എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇന്റൻഷനലി പബ്ലിക്കിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സെറ്റ് ഓഫ് വെബ്സൈറ്റുകളും ഇതുമൊക്കെയാണ് ഈ ഡാർക്ക് വെബ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇത് ആക്സസ് ചെയ്യണമെങ്കിൽ ടോർ പോലെയുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിക്കേണ്ടി വരും. ഈ ടോർ എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ടോട്ടൽ ഒണിയൻ റൗട്ടിംഗ് എന്നാണ്. അതായത് നമ്മൾ യൂഷ്വലി ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഒരു റിക്വസ്റ്റ് ഒരുപാട് കമ്പ്യൂട്ടറുകളിലൂടെ കടന്നു പോയിട്ടാണ് ഇതിന്റെ ഒരു സെർവറിൽ എത്തുന്നത് എന്ന് മിക്കവർക്കും അറിയുമായിരിക്കും. പക്ഷെ ഇതേ സമയത്ത് ഈ പോകുന്ന എല്ലാ നോഡുകളും, അതായത് ഒരു 10 നോഡുകളിലൂടെ പോയിട്ടാണ് ഈ സെർവറിൽ എത്തുന്നതെങ്കിൽ ഈ ഓരോ നോഡിലും ഉള്ള ഈ പാക്കറ്റുകൾ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് എവിടുന്നാണ് ഈ റിക്വസ്റ്റ് വരുന്നത്, എവിടേക്കാണ് ഈ റിക്വസ്റ്റ് പോകുന്നത് എന്നുള്ള കാര്യം. പക്ഷേ ഈ ടോട്ടൽ ഒണിയൻ റൗട്ടിംഗ് പോലെയുള്ള ടെക്നോളജികൾ ഉപയോഗിക്കുന്ന സമയത്ത് ലെയേർഡ് ആയിട്ടുള്ള എൻക്രിപ്ഷൻ ആണ് ചെയ്യുന്നത്. അതായത് ഇനീഷ്യലി നമ്മൾ റിക്വസ്റ്റ് അയക്കുന്ന സമയത്ത് നെക്സ്റ്റ് ഒരു നോഡിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇതിന് മനസ്സിലാവില്ല ഇത് എവിടുന്നാണ് വരുന്നത് എന്നോ അല്ലെങ്കിൽ എവിടേക്കാണ് പോകുന്നതെന്നോ ഇതിന് മനസ്സിലാവില്ല. തൊട്ട് നെക്സ്റ്റ് ആയിട്ടുള്ള നോഡിനെ മാത്രമേ ഇതിന് കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ ലെയറിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ ഇൻ ബിറ്റ്വീൻ ഇത് എങ്ങോട്ടാണ് പോകുന്നത്, എവിടുന്നാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സർവൈലൻസിലൂടെയോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇതിന്റെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് ഇത് ആക്ച്വലി അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ അവരുടെ ഈ സീക്രട്ട് മിഷനുകളുടെ ഇതിനു വേണ്ടിയിട്ട് സക്സസിന് വേണ്ടിയിട്ട് അവർ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇത്. അവർക്ക് ആക്ച്വലി പക്ഷേ എന്താണ് അവർ മാത്രമാണ് ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത് എങ്കിൽ സ്റ്റിൽ ഇത് ഓക്കെ ഒരു സീക്രട്ട് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ടുകൂടി ഇവരത് ആക്ച്വലി പുറത്തേക്ക് ഷെയർ ചെയ്യുകയും അതായത് ഓപ്പൺ സോഴ്സ് ചെയ്യുകയും ഇതിന്റെ അറൗണ്ട് കമ്മ്യൂണിറ്റി ബിൽഡ് ആവുകയും ഒക്കെ ചെയ്തു വന്നതാണ്. പക്ഷെ നമ്മൾ ഈ ടെക്നോളജീനെ വില്ലനൈസ് ചെയ്യുന്നതിന് പകരം ഈ പറയുന്ന ഈ ടോർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡീപ്പ് വെബ് ടെക്നോളജീസ് ഒക്കെ എന്ന് പറയുന്നത് വളരെ നല്ല കാര്യങ്ങൾക്ക് വരെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ജേർണലിസ്റ്റുകൾ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലുള്ള പ്രധാനപ്പെട്ട ഈ എഡ്വേർഡ് സ്നോഡൻ കേസുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്തും ഈ വിസിൽ ബ്ലോവേഴ്സിനെയും ഇവരെയൊക്കെ ആയിട്ടുള്ള സംസാരങ്ങൾക്കും ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിനും ഒക്കെ അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നോളജികളാണിത്. ഗ്ലോബൽ ഇന്റലിജൻസ് ഏജൻസികൾ ഉപയോഗിക്കുന്ന ടെക്നോളജികളാണിത്. ഈ പ്രൈവസി അവെയർ ആയിട്ടുള്ള ആളുകൾ, ഇപ്പം ഏതെങ്കിലും ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അവർക്കെതിരെ ഇത്തരം തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്ന
ടെക്നോളജി കൂടിയാണ് ഇത്. പക്ഷെ ഏത് ടെക്നോളജിയും എന്നുള്ളത് പോലെ തന്നെ എന്താണ് ക്രിമിനലുകളാണ് പെട്ടെന്ന് അതിനെ ഏത് രീതിയിൽ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക. അപ്പൊ അത്തരത്തിൽ ക്രിമിനലുകളും ഇവിടെ പിടിമുറുക്കിയിട്ടുണ്ട്. പക്ഷെ എന്താണ് ഇതിനകത്തുള്ളത് വെച്ചാൽ ഇപ്പൊ ഈ പർട്ടിക്കുലർ കേസിൽ എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈവൻ ദോ കമ്മ്യൂണിക്കേഷൻ ഓൺലൈൻ ആണെങ്കിൽ പോലും ഒരു ഓഫ്ലൈൻ ട്രയൽ കൂടിയുണ്ട്. അതായത് ഈ പാക്കേജുകൾ ഷിപ്പ് ചെയ്യുക ഇത് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ട്രയലുകളും ഇതിന്റെ ഗുണഭോക്താക്കളെ മോണിറ്റർ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിലൂടെ പോലീസിന് ആക്ച്വലി ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത്. ഋഷികേശ് ഭാസ്കരൻ, സാധാരണ നിലയിലാണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുക. അതിലൊന്ന് കർശനമായ നിയമ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കർശനമായ നടപടികൾ സ്വീകരിക്കുക, നമ്മുടെ സംവിധാനങ്ങളെ അതിൻ്റെ നിരീക്ഷണ പരിധിയിലേക്ക് കൊണ്ടുവരിക, അത്തരത്തിൽ സ്വീകരിക്കുന്ന നിയമപരമായ നടപടികളാണ്. മറ്റൊന്ന് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഡാർക്ക് വെബ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊക്കെ എത്രത്തോളം അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏരിയ വളരെ വില്ലനായി പ്രവർത്തിക്കുന്നുണ്ട് എന്നോ ഒക്കെ നമ്മുടെ സമൂഹത്തിന് എത്രത്തോളം അറിയാം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഒരു ബോധവൽക്കരണത്തിൻ്റെ കുറവ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ഉണ്ടാവുന്നുണ്ടോ ശ്രീ ഋഷികേശ്? എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സൈബർ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ പെരിഫറൽ ആയിട്ടുള്ള ഡേ ടു ഡേ യൂസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈവൻ വിദ്യാർത്ഥികൾക്ക് വരെ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങളോ അതുപോലെ അതിനകത്തുള്ള ചതിക്കുഴികളോ ഒക്കെ കുറച്ചെങ്കിലും ആളുകളിലേക്ക് എത്തുന്നത് ഇപ്പം ഈ പറയുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സമയത്ത് പോലീസ് അഡ്വർടൈസ്മെന്റ്സിലൂടെയും അല്ലെങ്കിൽ ഇപ്പോൾ ഫോണിലൊക്കെ കൊടുത്തിട്ടുള്ള സൈബർ കുറ്റവാളികളായിരിക്കാം പോലെയുള്ള വോയിസ് റെക്കോർഡിങ്ങുകളിലൂടെയൊക്കെയാണ്. പക്ഷെ കുറച്ചും കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സൈബർ എഡ്യൂക്കേഷൻ, ഇതുപോലത്തെ തട്ടിപ്പുകളെ പറ്റി, സ്കാമുകളെ പറ്റി, അതിന്റെ ചതിക്കുഴികളെ പറ്റിയിട്ടൊക്കെയുള്ള വിദ്യാഭ്യാസത്തിൽ ഉറപ്പായിട്ടും അത് ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് തന്നെയാണ് വസ്തുത. അതേസമയത്ത് നമ്മൾ നിയമപരമായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് കണ്ടുവരുന്നിട്ടുള്ള ഒരു പ്രവണത എന്ന് പറയുന്നത് ഇത്തരം ടെക്നോളജികളെ ബ്ലാങ്കറ്റ് ആയിട്ട് ബാൻ ചെയ്യുകയാണ്. ഇപ്പൊ പലപ്പോഴും ഇപ്പൊ VPN ടെക്നോളജികളെ ബാൻ ചെയ്യുക, അതുപോലെ എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്യണം എന്ന് പറയുന്ന നിലപാടുകൾ, എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഒക്കെ എന്ന് പറയുന്നത് ആക്ച്വലി ഉപയോക്താക്കൾക്ക് വലിയ രീതിയിൽ ഉപകാരമുള്ള ടെക്നോളജികളാണ്. പക്ഷെ അത് ആക്ച്വലി സർവൈലൻസ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ബ്രേക്ക് ചെയ്യണം മുതലായിട്ടുള്ള, അതായത് ഈ ചെരുപ്പ് വലുതും ചെരുപ്പ് ചെറുതും കാല് വലുതും ആണെങ്കിൽ ചെരുപ്പിനനുസരിച്ചിട്ട് കാല് മുറിക്കുക തരത്തിലുള്ള ഒരു എന്താണ് ക്വിക്ക് ഫിക്സുകളിലേക്കാണ് മിക്കപ്പോഴും ഇത്തരം നിയമപരമായിട്ടുള്ള ചട്ടക്കൂടുകളിൽ ഇത്തരം മാറ്റങ്ങൾ വരുന്ന സമയത്ത് ഉണ്ടാവാറുള്ളത്. പക്ഷെ അത്തരത്തിലേക്ക് പോവാതെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇതിനെ കൃത്യമായി പഠിച്ച് വരുംവരായികളെ മുൻനിർത്തിക്കൊണ്ടിട്ടുള്ള നിയമ മാറ്റങ്ങളാണ് വരുത്തുന്നതെങ്കിൽ അത് തികച്ചും സ്വാഗതാർഹം തന്നെയായിരിക്കും.